തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടു. ഇനി മലബാറിലെ മണ്ഡലങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ LDF പ്രചാരണത്തിനായി CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് വടകര മണ്ഡലത്തിൽ എത്തുന്നുണ്ട്. നാദാപുരം, കൂത്തുപറമ്പ് മേഖലകളിൽ റാലിയിൽ ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കും. അദ്ദേഹം റാലി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ രണ്ടാം ഘട്ട പൊതുപര്യടനവും ഇന്ന് ആരംഭിക്കും. കോഴിക്കോട് നിന്ന് AK ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ലതീഷ്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്ത 3 ദിവസം കൊണ്ട് അവസാനിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോടുകൂടി ഔദ്യോഗികമായി തന്നെ സ്ഥാനാർത്ഥികളെല്ലാം പ്രചാരണത്തിന് ഇറങ്ങുന്നു. പ്രമുഖരായ ഓരോ വ്യക്തികളും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മണ്ഡലങ്ങളിൽ എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ദിവസങ്ങളിലുണ്ട്. ഇന്നലെ വയനാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇന്ന് മലപ്പുറത്താണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം. MV ഗോവിന്ദൻ മാസ്റ്റർ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇന്ന് പ്രചാരണത്തിനിറങ്ങുന്നു. ഏത് രീതിയിലാണ് മലബാർ മേഖലയിലെ വിവിധ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? വിനിഷ, സംസ്ഥാന ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്തേക്ക് എത്തിയതോടുകൂടി ഈ കടുത്ത വേനൽ ചൂടിലും പ്രചാരണം വളരെ ആവേശത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ മുഖ്യമന്ത്രി വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 3 മണ്ഡലം റാലികളിൽ അദ്ദേഹം സംസാരിച്ചു. രാവിലെ തിരുവമ്പാടി മണ്ഡലം റാലി മുക്കത്ത് നടന്നു. ഉച്ച കഴിഞ്ഞ് നിലമ്പൂരിലും അതേപോലെ തന്നെ അതിനുശേഷം വൈകിട്ട് വണ്ടൂരിൽ LDFന്റെ റാലികളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. വലിയ ജനക്കൂട്ടമാണ് മുഖ്യമന്ത്രിയെ കാണാനും കേൾക്കാനുമെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ സംസ്ഥാന നേതാക്കൾ LDFന്റെ പ്രചാരണം നയിക്കുന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും മുഖ്യമന്ത്രി പിണറായി വിജയനും മണ്ഡലത്തിൽ സജീവമാണ്. MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊതുപര്യടനം ഉണ്ടായിരുന്നത്. ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ വടകരയിൽ LDF റാലികളിൽ പങ്കെടുക്കും. 2 റാലികളാണ് ഗോവിന്ദൻ മാസ്റ്റർക്ക് വടകര ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ളത്. അതിലൊന്ന് നാദാപുരം കൈവേലിയിലാണ് ഉച്ചകഴിഞ്ഞ് ആദ്യ റാലി. വൈകിട്ട് കൂത്തുപറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ LDF റാലി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. വടകരയിലെ LDF സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ ഇന്ന് തലശ്ശേരി അസംബ്ലി മണ്ഡലം കേന്ദ്രീകരിച്ചാണ് അവരുടെ പൊതുപര്യടനം നടക്കുക. ഇന്നലെ ശൈലജ ടീച്ചർക്ക് വേണ്ടി CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പങ്കെടുത്ത വലിയൊരു റാലി, വനിതാ റാലി വടകരയിൽ നടന്നിരുന്നു. വടകരയിലെ വനിതകൾ ടീച്ചർക്കൊപ്പം എന്ന ഹാഷ്ടാഗോട് കൂടിയായിരുന്നു ആ റാലി. വലിയ ജനക്കൂട്ടം തന്നെ, ആബാലവൃദ്ധം വനിതകൾ ആ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് LDF സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്കൊപ്പമാണ് തങ്ങളെന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള വലിയ ഒരു വനിതാ മുന്നേറ്റമായി ഇന്നലത്തെ വടകരയിൽ നടന്ന റാലി മാറി. കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീം ഇന്ന് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഘട്ട പൊതുപര്യടനം ആരംഭിക്കുകയാണ്. കുന്ദമംഗലം മണ്ഡലത്തിലാണ് രണ്ടാം ഘട്ട പര്യടനത്തിന് ഇന്ന് തുടക്കമാവുന്നത്. UDFന്റെ സ്ഥാനാർത്ഥി MK രാഘവൻ ഇന്ന് ബേപ്പൂരിൽ പര്യടനം നടത്തും. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇന്ന് ഉച്ച കഴിഞ്ഞാണ് അദ്ദേഹത്തിന് പ്രചാരണമുള്ളത്. പയ്യോളി കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം നാളെ പ്രമുഖ സ്ഥാനാർത്ഥികൾ, കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനാണ് കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നാളെയാണ് വടകരയിലെയും കോഴിക്കോട്ടെയും LDF സ്ഥാനാർത്ഥികൾ ശൈലജ ടീച്ചറും അതേപോലെ തന്നെ എളമരം കരീമും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഷാഫി പറമ്പിലും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കോഴിക്കോട് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി MT രമേശിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും നാളെയാണ്. ഈ നിലയിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ കൂടി ഇരു മണ്ഡലങ്ങളിലും വടകരയിലും കോഴിക്കോടും എത്തിയതോടെ വലിയ ആവേശത്തിലാണ് ഇടതു ക്യാമ്പ്. UDF സ്ഥാനാർത്ഥികളുടെ പൊതുമണ്ഡല പര്യടനം അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് ആരംഭിക്കുക. രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കമുള്ള സംസ്ഥാന നേതാക്കളും UDFനായും വരും ദിവസങ്ങളിൽ കോഴിക്കോട് വടകര മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനെത്തും. വിനിഷ. ശരി, ലതീഷ്. AK ലതീഷാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത് മലബാറിലെ വിവിധ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട്.